തിലകൻ സർ, അദ്ദേഹത്തിൻ്റെ നമുക്കെല്ലാവർക്കും അദ്ദേഹം എന്ന് പറഞ്ഞ നടൻ അങ്ങനെയാണ് നമുക്കറിയുള്ളൂ. പക്ഷെ വീട്ടിൽ ഒരു അച്ഛൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗുരു അങ്ങനത്തെയൊക്കെ നോക്കുമ്പോൾ തിലകൻ സാർ എങ്ങനെയാണ്? അല്ല, വീട്ടിലെ ഒരു അച്ഛൻ എന്നുള്ള ലെവലിലും ഗുരു, രണ്ട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അതിൽ ഗുരു എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്കൊരു ഗുരു ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അച്ഛൻ്റെ കയ്യിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ളത് മാത്രമേ എന്നിലുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അച്ഛനെ ഒരു ഗുരുവായി തന്നെ, അല്ലെങ്കിൽ അച്ഛൻ എന്നത് മാറ്റി നിർത്തി അച്ഛനെ ഒരു ഗുരുവായി തന്നെ ആരാധിച്ചുകൊണ്ടും അദ്ദേഹത്തിനെ ഫോളോ ചെയ്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവസരങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട്. അതൊരിക്കലും പുള്ളി എടാ ഞാൻ നിനക്ക് കുറച്ച് അറിവ് പകർന്നു തരാം എന്ന് പറഞ്ഞതല്ല. നേരെ മറിച്ച് പുള്ളിയോട് കുറച്ച് നേരം ഞാൻ പറയാം, ഒരു ഒന്ന് അച്ഛനെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു വന്നാൽ പോലും ഒരു 2-3 മണിക്കൂർ ഒറ്റ നിപ്പിൽ നിന്ന് അച്ഛനോട് സംസാരിച്ചിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെയാണ് അതങ്ങനെ അച്ഛൻ്റെ കൂടെ സംസാരിച്ച് വരുമ്പോഴേക്കും പുള്ളിയുടെ ഒരു ലുക്ക്, പുള്ളിയുടെ ഒരു ഓരോ കാര്യങ്ങൾ ഒരു മൂളലൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മളോട് എന്താ പറയുന്നത് ഒന്ന് മൂളിയാൽ മതി, ഒന്ന് നോക്കിയാൽ മതി, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അച്ഛൻ്റെ കൂടെയുള്ള സഹവാസത്തിൽ നിന്ന് കിട്ടിയാണ്. അപ്പോൾ അതെല്ലാം പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുള്ളി സിനിമയിലും നാടകത്തിലും ഒക്കെ പകർന്നാടിയിട്ടുണ്ട്. ആ പുള്ളിയെ കണ്ടാണ് നമ്മൾ വളർന്നത്. അപ്പോൾ അത് ഓക്കെ. അച്ഛൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സിനിമയിൽ കാണുന്ന ആ ഒരു രീതിയിലുള്ള അച്ഛൻ തന്നെയാണ് പുള്ളിയും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ അത്രയും ഇല്ല എങ്കിൽ പോലും ചാക്കോ മാഷിന്റെ ഏതാണ്ടൊക്കെ പുള്ളിയിലുണ്ട്. പുള്ളിയിലുള്ളത് തന്നെയാണ് പുള്ളിക്കാരനത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അച്ഛൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരിക്കലും മോനെ മക്കളെ എടാ എന്ന് വിളിച്ചൊന്നും സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനത്തെ ഒരു രീതിയിലല്ല പുള്ളി സംസാരിക്കുന്നത്. പുള്ളി എപ്പോഴും ഒരു മക്കളായാലും ആ ഒരു ഡിസ്റ്റൻസ് ലെവലിൽ നിർത്തുള്ളൂ. അല്ലാതെ അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ മക്കളെ നോക്കുന്ന പോലെ നോക്കാന്ന് വെച്ചാൽ നോക്കില്ല എന്നുള്ളതല്ല, അവരെ കൊഞ്ചിക്കുന്ന പോലെ ലാളിക്കുന്ന പോലെ എടുത്ത് ഉമ്മ കൊടുത്ത് ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ടുള്ള അങ്ങനെ ഒരു ലെവലിലൊന്നും അച്ഛൻ സംസാരിക്കാറ്. പക്ഷെ അച്ഛനോട് നമുക്ക് എന്തും പറയാം, അച്ഛനോട് എന്തും പറയാം, ഏത് മാറ്ററിനെ കുറിച്ചും പറയാം. എല്ലാത്തിനും പുള്ളിയുടെ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു നമുക്ക് സോൾവ് ചെയ്ത് തരാനുണ്ടോ, നമുക്ക് ഒരു ഇഷ്യൂ നമ്മൾ പറയുകയാണെങ്കിൽ സോൾവ് ചെയ്ത് തരാൻ പുള്ളിക്ക് പറ്റും. അത് പുള്ളിക്ക് അത്രയും അറിവുകൊണ്ട് പുള്ളി അത്രയും വായിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ ശരിക്കും നമ്മളൊരു റോൾ മോഡലായിട്ട് പുള്ളിക്കാരനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ദേവി ചേച്ചിയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇനി സീരിയൽ അല്ലാതെ ഏതെങ്കിലും സിനിമ ഇപ്പൊ പണിപ്പുരയിലുണ്ടോ? റിലീസായത് ബ്രോഡാഡിയാണ് റിലീസായത്. നമുക്ക് അവാർഡ് കിട്ടിയത് ദൃശ്യത്തിലെ മീന ചേച്ചിയുടെ ദൃശ്യം 2. ഇനി സുഹാസിനി മാമിന് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്തു. അതെ, ഞാൻ അതിന് മുൻപ് ഒരു ആഡില് മാമിനെ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു മൂവിയിൽ ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉടനെ അതിന്റെ റിലീസ് ഉണ്ടാവും. ചേച്ചി വളരെ ചെറിയ പ്രായത്തിൽ ഡബ് ചെയ്യാൻ തുടങ്ങിയതാന്ന് തോന്നുന്നു. ഏതൊരു കുട്ടിച്ചാത്തനിലൊക്കെ ഡബ് ചെയ്തിട്ടില്ലേ? അപ്പൊ അതൊക്കെ ഏത് ഏജായി? കുട്ടിച്ചാത്തൻ ആക്ച്വലി ഫസ്റ്റ് അല്ല, സെക്കൻഡ് വൺ, അതായത് ഡിജിറ്റലൈസ് ചെയ്ത് വന്ന ആ ടൈമിലാണ് ഞാൻ അതിൽ ഡബ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആ സിനിമയുടെ ഒരു 3-ാം ഭാഗം പോലെ വന്നിരുന്നു. അതായത് ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ കുട്ടിച്ചാത്തൻ ഡബ് ചെയ്യുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നു 1-ാം ക്ലാസ് ആ ഒരു ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുട്ടിച്ചാത്തൻ ഡബ് ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം അവരതിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ സീൻസ്. അങ്ങനെ ഊർമിള മതോദ്കർ അതിനകത്തൊരു ക്യാരക്ടർ ചെയ്തു. അതും ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം കാണുന്ന കുട്ടിച്ചാത്തനിൽ എൻ്റെ 6 വയസ്സിലെ ശബ്ദമുണ്ട്, എൻ്റെ ഏതാണ്ട് ഒരു 23 വയസ്സിലെ ശബ്ദമുണ്ട് ഒരേ സിനിമയിൽ. ശോഭിച്ചേട്ടൻ എങ്ങനെയാണ്? അതായത് പണ്ട് മുതൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു, അത് ഡബിങ് തന്നെ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ? ശോഭിച്ചേട്ടന്റെ ഡബിങ് ഡയറക്ഷനിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഡബിങ് ഡയറക്ഷനിൽ ഞങ്ങൾ രണ്ടുപേരും പൂച്ചയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. പൂച്ചയ്ക്കോ? ഇത് കണ്ടം പൂച്ച, ഞാൻ പാവം നല്ല പൂച്ച. കാത്തുപൂച്ച. അതെപ്പോ ഈ അടുത്തോ? അതേ മുന്നേ? കുറച്ച് നാളായി. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ. ഇതിന് കിട്ടിയ അപ്രിസിയേഷൻ ഇത്രയും സിനിമകളോ സീരിയലോ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താ പിള്ളേർക്ക് ആഹാരം കൊടുക്കുന്നതേ. അതെ, കണ്ടം പൂച്ച വരും കേട്ടോ. എന്റെ മോള് കുറെ നാള് ശോഭിച്ചേട്ടനോട് സംസാരിക്കില്ലായിരുന്നു, കണ്ടം പൂച്ചയാണെന്ന് പറഞ്ഞ്. എന്നാലും അങ്കിൾ അത് ചെയ്യണ്ടായിരുന്നു, എനിക്ക് പേടി. അങ്കിളിനോട് സംസാരിക്കില്ലായിരുന്നു ശോഭിച്ചേട്ടനോട് കുറെ നാള്. അല്ല, ഇപ്പൊ കണ്ടം പൂച്ചയായിട്ട് ചെയ്യുമ്പോ ഡയലോഗ്സ് ആയിട്ട് തന്നെയാണ്, അത് വേറെ എന്തെങ്കിലും ചില സൗണ്ട്? ഡയലോഗ്സ് തന്നെയാണ് ആക്ച്വലി. ഈ പറയുന്ന പെർട്ടിക്കുലർ വർക്കിന്റെ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്തിട്ട്
നമ്മൾ ഡബ് ചെയ്യുന്നത് അവർ ഷൂട്ട് ചെയ്യും. ഓ, അങ്ങനെ. എന്നിട്ട് നമ്മുടെ ഫേസ് റിയാക്ഷൻ അനുസരിച്ചാണ് ഈ പൂച്ചയുടെ ഫേസ് പൂച്ചേനെ റിയാക്ഷൻ അവർ animate വരയ്ക്കുന്നത്. നമ്മളാണ് ആദ്യം ചെയ്യുന്നത്. ആ, ശരി. ഇത് വെച്ചിട്ടാണ് ഇവർ ആനിമേറ്റ് ചെയ്യുന്നത്. ഓ അതിന്റെ ഒരു നമ്മുടെ- സുഖം ഉണ്ടായിരുന്നു. നമ്മുടെ നമ്മുടെ ശബ്ദം വെച്ചിട്ടാണ് ഇഷ്ടത്തിന് അവർ നമുക്ക് ഡബ് ചെയ്യാൻ ഡബ് പറ്റും. ചെയ്യാം. ഭയങ്കര ഒരു ഫ്രീഡം ഉണ്ട്. ഈവൻ റേഡിയോ നാടകങ്ങളിലും ഞങ്ങൾ ഒരുപാട് റേഡിയോ നാടകങ്ങളും കോംബോ ചെയ്തിട്ടുണ്ട്. അത് ശരി. അവിടെ നിങ്ങളപ്പോ ഒരുപാട് നാളത്തെ ഒരു സുഹൃത്ത് ബന്ധമാണല്ലേ? എത്ര വർഷം? അയ്യോ, 20 എന്തായാലും ഒരു 25 വർഷത്തിന് മുകളിൽ. ഞാൻ 25 25 വർഷമായി. ഞാൻ 25 വർഷമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താണ്, ഇനി ഒരു ചെറിയൊരു ഗെയിം കൂടി നമുക്ക് കളിക്കാം. ഇനിയുണ്ട്. ഇത് ഗെയിം അല്ല, അതായത് ഇപ്പൊ ഞാനും ശോഭിച്ചേട്ടനോട് സംസാരിക്കുന്നു. അപ്പൊ ചേച്ചി എനിക്ക് ഡബ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നത് എന്ത് മാറ്റർ ആണെന്ന് വെച്ചാൽ അതിന് ഡബ് ചെയ്യണം. പിന്നെ ഞാനും ശോഭിച്ചേട്ടനും സംസാരിക്കുന്നതിന് ശോഭിച്ചേട്ടന്റെ വോയിസിലും ഡബ് ചെയ്യണം. ശോഭിച്ചേട്ടന്റെ വോയിസിൽ ഡബ് ചെയ്യാൻ ശോഭിച്ചേട്ടന് മാത്രമേ പറ്റുള്ളൂ. ശോഭിച്ചേട്ടന്റെ ഡബ് ചെയ്യണം ചേച്ചിയുടെ വോയിസിൽ. തിരിച്ച് ചേട്ടനും അങ്ങനെ വേണം. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതിന് ശോഭിച്ചേട്ടൻ ദേവി ചേച്ചിക്ക് വേണ്ടി സംസാരിക്കണം. ഇപ്പൊ എന്താണെന്ന് പറഞ്ഞ് സംസാരിക്കും? അതിപ്പോ ഞാൻ പറയാം. ഇപ്പൊ ഫസ്റ്റ് ഞങ്ങൾ തമ്മിലുള്ള പറയാം. ഇപ്പൊ ഞാൻ പറയാണ്, ആ ശോഭിച്ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് പറയാൻ എങ്ങനെയൊക്കെ പോകുന്നു. എത്ര നാളെ കണ്ടിട്ട്? അതെ, എത്ര നാളെ കണ്ടിട്ട്? എത്ര നാളെ കണ്ടിട്ട്. ഈ മറ്റേ എന്റെ ഡബിങ് ആർട്ടിസ്റ്റ് ഇല്ലേ ദേവി ചേച്ചി, ഈ ദേവി ചേച്ചി കുശുമ്പത്തിയാണോ പാവാണോ ദുഷ്ടത്തിയാണോ? അത് ഇനി അവളോട് തന്നെ ചോദിക്കേണ്ടി വരും. അത് ശരി, അറിയില്ലല്ലേ? അല്ല, അവക്കല്ലേ നീ ഡബ് ചെയ്യുന്നേ? അവളോട് തന്നെ ചോദിക്കേണ്ടി വരും. അവളോട് തന്നെ ചോദിക്കേണ്ടി വരും. അവള് കുശുമ്പത്തിയാണോ ഭയങ്കരിയാണോ? പക്ഷെ ഭയങ്കര ഭക്ഷണപ്രിയാണല്ലേ? അത്രയും ഇല്ല. ഇല്ല, ഭക്ഷണപ്രിയല്ല. ഇപ്പൊ എവിടെ കാണും? സ്റ്റുഡിയോ കാണും. ഏതെങ്കിലും സീരിയലിൽ ഡബ് ചെയ്തോണ്ടിരിക്കും. തീർച്ചയായിട്ടും. ഇങ്ങനത്തെ കുറച്ച് നോർമൽ സാധനങ്ങളെ. അപ്പൊ ശോഭിച്ചേട്ടാ എന്തുണ്ട് വിശേഷം? ശോഭിച്ചേട്ടാ എന്തുകൊണ്ട് വിശേഷം കിട്ടി? എന്താണ് അല്ല, എന്തുണ്ട് വിശേഷം ചോദിക്കുമ്പോ ആൻസർ പറയും. എവിടെയായിരുന്നു ഇത്രയും നാളും? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ദേവി ചേച്ചി ഇല്ലേ, എനിക്ക് ഡബ് ചെയ്യണ ദേവി ചേച്ചി കുശുംബിയാണോ ദുഷ്ടയാണോ പാവമാണോ? ഇത്ര നമുക്ക് നോക്കാം ആദ്യം. റെഡി? ശരി. ശോഭിച്ചേട്ടാ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, ഇങ്ങനെ പോകുന്നു. എവിടെയായിരുന്നു? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പോയി. അത് ഈ ദേവി ചേച്ചി ഇല്ലേ, പാവമാണോ ദുഷ്ടയാണോ കുശുമ്പത്തിയാണോ? അതിപ്പോ അവളോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്നാലും എനിക്ക് തോന്നുന്നു പാവാണെന്ന്. ആണോ? ഇപ്പൊ എവിടെയാവും? സംശയം എന്താ? സ്റ്റുഡിയോ കാണും. എനിക്ക് ഡബ് ചെയ്യാൻ. ഇതാണ് എന്റെ ചിരി. ഞാൻ ഇങ്ങനെ തന്നെ ചിരിക്കുന്നത്. ഞാനല്ല, ആ ക്യാരക്ടർ. അപ്പൊ അതങ്ങനെ. ഇനി ശോഭിച്ചേട്ടന്റെ വോയിസ്. ഓക്കെ. ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു ഹോട്ടലുണ്ട്, അവിടെ ഞാൻ നിന്നെ കൊണ്ടുപോവാം. എന്റെ പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചു തരാം, വാ. അത്ര സ്വാസിക, അടിപൊളി ഫുഡ് കിട്ടുന്ന ഹോട്ടലുണ്ട്. അടിപൊളി ഫുഡ് ഞാൻ അവിടെ നിന്ന് നിനക്ക് വാങ്ങിച്ചു തരാം. എനിക്ക് ഷവർമ മതി. ഷവർമയോ? ഷവർമ കഴിക്കാൻ പാടില്ല, അറിയാലോ. ഞാനും എന്റെ കുടുംബം 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാ. മതി മതി. അത്ര റെഡി. സ്വാസികേ, ട്രിവാൻഡ്രത്തെ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്, ഞാൻ നിന്നെ കൊണ്ടുപോയി വാങ്ങിത്തരാം. എനിക്ക് ഷവർമ മതി. ഷവർമയോ? ഷവർമ കഴിക്കാൻ പാടില്ല. ഞാനും എന്റെ കുടുംബവും 3-4 ദിവസം ആശുപത്രി കിടന്ന് അറിയാലോ. അത് കേട്ടില്ല, അത് കറക്റ്റ് ആയിരുന്നു. സൂപ്പർ. ഇനി ദേവി ചേച്ചി ഞാനും സംസാരിക്കും. ദേവി ചേച്ചിക്ക് ശോഭിച്ചേട്ടൻ സൗണ്ട് കൊടുക്കണം. അത് ഞാൻ ഇന്ദ്രന്റെ കാര്യം പറയാം. സീതയിലെ ഇന്ദ്രനെ ഡബ് ചെയ്യുന്ന ആരാണ്? ശോഭി തിലകൻ. ഏത് ശോഭി തിലകൻ? തിലകൻ സാറിന്റെ മോൻ. പക്ഷെ അതിന്റെ ഒരു ഗുണവും കാണുന്നില്ല. ശരി, എനിക്ക് മാറ്റണം കേട്ടോ. വേറെ ഏതെങ്കിലും ഡബിങ് ആർട്ടിസ്റ്റിനെ നോക്കാം. അത്ര മതി. അതെ, ഈ സീത സീരിയലില് ഇന്ദ്രന് ഡബ് ചെയ്യുന്ന ആരാ? ശോഭി തിലകൻ. തിലകൻ സാറിന്റെ മോനോ? അയ്യോ, അത്ര ഗുണമൊന്നുമില്ല കേട്ടോ. വേറെ ആരെങ്കിലും നോക്കണം. അല്ല ചോദിച്ചേട്ടാ.